നമസ്കാരം. മലനാടൻ മലയാളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവനക്കാർ കൊലപ്പെടുത്തിയ ഇടപ്പഴനിയിലെ കേരള കഫേ ഹോട്ടൽ ഉടമ ഇടപ്പഴനി ശ്രീലൈൻ കീർത്തനയിൽ ജസ്റ്റിൻ രാജിൻ്റെ മരണത്തിനിടയാക്കിയത് അതിക്രൂര മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തൽ. തലയ്ക്ക് പിന്നിൽ ഗുരുതര ക്ഷതമേൽക്കുകയും ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തു. കയർ, തുണി എന്നിവയിലൊന്നുപയോഗിച്ച് വരിഞ്ഞു മുറുക്കിയതിൻ്റെ പാടുകൾ കഴുത്തിലുണ്ട്. ശക്തമായ ഇടിയിൽ നെഞ്ചിൽ രക്തം കട്ടപിടിച്ച നിലയിലായിരുന്നു. ജീവനക്കാർ ജോലിക്കെത്താത്തത് അന്വേഷിച്ച് അവരുടെ താമസ സ്ഥലത്തെത്തിയ ജസ്റ്റിൻ ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. ജോലിക്കെത്താത്തതിൻ്റെ പേരിൽ ജീവനക്കാരെ പിരിച്ചുവിടാനും വാടക വീട്ടിൽ നിന്ന് പുറത്താക്കുവാനും തീരുമാനിച്ചതിലുള്ള പകയാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഹോട്ടലിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ജോലിയിൽ പ്രവേശിച്ച നേപ്പാൾ സ്വദേശി ഡേവിഡ് തിൽകുമാർ, വിഴിഞ്ഞം അടിമലത്തുറ സ്വദേശി ആർ രാജേഷ് എന്നിവരാണ് ജസ്റ്റിനെ കൊലപ്പെടുത്തിയത്. ഡേവിഡ് ജോസ് ഉണ്ടാക്കുന്ന ജോലിയിലും രാജേഷ് പാചകത്തിൻ്റെ ചുമതലയിലും ആയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് ആക്രമണം. രാവിലെ 6-ന് ജസ്റ്റിൻ ഹോട്ടലിലെത്തിയപ്പോൾ രാജേഷും ഡേവിഡും ജോലിക്ക് കയറിയിരുന്നില്ല. 8 മണിയായിട്ടും കാണാതായതോടെ ഇടപ്പഴഞ്ഞിയിൽ അവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് പോയി. ഡേവിഡും രാജേഷും ഉൾപ്പെടെ 3 ജീവനക്കാർ ഈ സമയം വീട്ടിലുണ്ടായിരുന്നു. ഇവരെ മദ്യപിച്ച് ലക്ക് കെട്ട നിലയിൽ കണ്ടതായി ജസ്റ്റിൻ ക്ഷുഭിതനായും മനസ്സിലാക്കുന്നു. ഇനി ജോലിക്ക് വരേണ്ടെന്നും ഉടൻ വീട്ടിൽ നിന്നിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് വാക്കേറ്റം രൂക്ഷമായതോടെ പ്രതികൾക്കൊപ്പമുണ്ടായിരുന്ന ജീവനക്കാരൻ പുറത്തേക്ക് പോയി. ഡേവിഡിൻ്റെയും രാജേഷിൻ്റെയും സാധനങ്ങൾ ജസ്റ്റിൻ പുറത്തേക്ക് വാരിയിട്ടു. ഇതിൽ പ്രകോപിതരായ ഇരുവരും ജസ്റ്റിനെ ആക്രമിക്കുകയായിരുന്നു. ജസ്റ്റിനെ മുറിയിലിട്ട് ക്രൂരമായി അടിച്ച് സംഘം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ചെന്ന് ഉറപ്പിച്ചതോടുകൂടി മൃതദേഹം വീടിന് പുറത്ത് അടുക്കളയുടെ ഭാഗത്തെത്തിച്ചു. തുടർന്ന് മൃതദേഹം പായ് കൊണ്ട് മൂടി സംഘം ജസ്റ്റിൻ്റെ ബൈക്കിൽ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോയി. ജസ്റ്റിൻ രാജിൻ്റെ ATM കാർഡ് കൈക്കലാക്കി പണമെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വിഴിഞ്ഞത്ത് ബൈക്ക് പണയം വെച്ച് കിട്ടിയ പണവുമായി ഒളിയിൽ പോകാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസിൻ്റെ പിടിയിലായത്. നന്ദി, നമസ്കാരം.